ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഇടത്തരികത്തുകാവ് ഭഗവതി. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനും പ്രദക്ഷിണ വഴിക്കും പുറത്തായി, എന്നാൽ ക്ഷേത്രമതിൽ കെട്ടിനകത്താണ് ഇടത്തരികത്തുകാവ്. ഗുരുവായൂർ ക്ഷേത്ര തട്ടകം കാത്തുപരിപാലിക്കുന്ന ഗ്രാമദേവതയാണ് ഇടത്തരികത്തുകാവ് ഭഗവതി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ശ്രീ ഗുരുവായൂരപ്പൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യം ഇവിടെ ഈ ഭഗവതി ക്ഷേത്രത്തിനാണ്. ദേവഗുരുവും വായുദേവനും ചേർന്ന് ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠയ്ക്കായി കൊണ്ടുവന്നപ്പോൾ ദേവി ഇടം കൊടുത്ത് ഇടത്തെ അരികത്തേക്ക് മാറിയിരുന്നതിനാൽ ഇടത്തരികത്തുകാവ് എന്ന പേരിന് കാരണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പൻ്റെ സ്ഥാനസഹജയായ ഇടത്തരികത്തുകാവ് ഭഗവതി പ്രതിഷ്ഠ ഒരു കണ്ണാടിത്തിടമ്പാണ്. അതിരിക്കുന്ന തറയിൽ ഒരു പ്ലാവും മരവും അശോകമരവും ഉണ്ട്. വനദേവതയായിട്ടാണ് ദേവി ഇവിടെ ആരാധിക്കപ്പെടുന്നത്. അതുതന്നെ ഈ ക്ഷേത്ര പഴക്കത്തെ കാണിക്കുന്നു. ഭഗവതിക്ക് പ്രധാനപ്പെട്ട വഴിപാട് അഴൽ നിവേദ്യമാണ്. ഭഗവാന്റെ ശ്രീകോവിലിൽ തൃപ്പുക കഴിഞ്ഞാൽ ദേവീ ക്ഷേത്രത്തിൽ അഴൽ നിവേദ്യം തുടങ്ങും. അഴൽ നിവേദ്യം കഴിഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചടങ്ങുകളെല്ലാം കഴിയും. ശ്രീ ഗുരുവായൂരപ്പൻ്റെ രുദ്രതീർത്ഥത്തിലുള്ള ആറാട്ട് ഭഗവതിക്കെട്ടിലെ കടവിലാണ് നടക്കുക. അതിനുശേഷം ഭഗവാൻ ഭഗവതിക്കൊപ്പം ഭഗവതിക്കെട്ടിൽ എഴുന്നള്ളിയിരിക്കുന്നു. ഭഗവാന്റെ പൂജയ്ക്കൊപ്പം രണ്ടുപേർക്കും ഒരുമിച്ചാണ് അമൃതേത്ത്. അതാണ് ഭഗവതി വർഷത്തിലൊരു ദിനം മാത്രമുള്ള വെച്ചു നിവേദ്യം. ഇടത്തരികത്തുകാവ് ഭഗവതിക്ക് വർഷത്തിൽ 2 താൽപ്പൊലിയാണ്. ഒന്ന് പിള്ളേര് താലപ്പൊലിയും ദേവസ താലപ്പൊലിയും. ഗുരുവായൂർ താലപ്പൊലി സംഘത്തിൻ്റെ വകയായി നടത്തുന്നതാണ് പിള്ളേര് താലപ്പൊലി. എല്ലാ വർഷവും ധനുമാസത്തിൽ 1-ാം തീയതി മുതൽ 50 ദിവസം കളമെഴുത്ത് പാട്ടുണ്ടാകുന്നതും ഇടത്തരികത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ്.